ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റാഗി റൊട്ടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ലൊരു ഐറ്റമാണ്. ഞാനിവിടെ 1.5 കപ്പ് റാഗി പൗഡർ ഒരു ബൗളിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു സവാളയുള്ളി, 2 പച്ചമുളക്, മല്ലിയില. ഈ മല്ലിയിലയ്ക്ക് പകരം നമുക്ക് മുരിങ്ങയില വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി റാഗി പൗഡറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി വെച്ചാൽ മതി, റാഗി പൗഡർ ഒന്ന് കുതിരാൻ വേണ്ടിയായിട്ട്. ഇതിനുശേഷം മല്ലിയില, മുളക്, സവാള ഒക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിലേക്ക് റാഗി പൗഡറിലേക്ക് നമുക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുരിങ്ങയില ആണെങ്കിൽ നല്ല ഹെൽത്തി ആകും കേട്ടോ. കുറച്ച് ഉപ്പും ജീരകപ്പൊടിയും ചേർത്ത് വേണം നമുക്ക് ഇളക്കിയെടുക്കാം. ജീരകം ചതച്ചിട്ടാലും മതി, എൻ്റെ കയ്യിൽ പൊടിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടു. റാഗിക്ക് വലിയ ടേസ്റ്റ് എന്നുള്ളൊരു ഐറ്റം അല്ലല്ലോ, അപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഒരുപാട് മാവാക്കരുത്, അതായത് ദോശമാവിൻ്റെ പരുവൊന്നും ആക്കരുത്. ഇതേപോലെ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഇതേപോലത്തെ മാവാക്കി വെക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ദോശത്തവ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ മതി, കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കുക്കിംഗ് ആണല്ലോ. എള്ളെണ്ണയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ റാഗി നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ പാനിലോട്ട് വെച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കൂടി നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ റാഗി റൊട്ടി നമ്മുടെ എന്താ പറയണ്ടേ, ഈ ദോശ ഉണ്ടല്ലോ, നല്ല തട്ട് ദോശയുടെയൊക്കെ ഒരു ഇതിൽ ഇത്തിരി കനത്തിൽ ആയിരിക്കും വേണ്ട, ഒരുപാട് അങ്ങ് പരത്തണ്ട. ഇതേപോലെ വേണം ഇരിക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. എൻ്റെ കയ്യിലെ അടപ്പ് ഉണ്ടല്ലോ, അത് താഴെ ഇരിക്കണം. അപ്പോൾ എനിക്ക് കുനിഞ്ഞിട്ട് അടപ്പെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് അടച്ചു വെക്കാൻ. അപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അടച്ചു വെക്കാത്തത്. അപ്പോൾ ഇതുപോലെ 2 വശവും തിരിച്ച് മറിച്ചു ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പച്ചട്ടിയുടെ വല്ലതും അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ തിരിച്ചിടുമ്പോഴും ഇത്തിരി എണ്ണ ഒന്ന് തൊട്ട് കൊടുക്കണം. അതായത് അറിയാമല്ലോ, നമ്മളിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം, ഒഴിക്കണ്ട. അങ്ങനെ ഞാനിവിടെ എല്ലാ റാഗി റൊട്ടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അച്ചാറും കൂട്ടിയാണ് കഴിക്കുന്നത്. തൈരോ അച്ചാറോ നമുക്ക് ഇഷ്ടമുള്ള കറിയും കൂട്ടി കഴിക്കാം.